നമ്മൾ നമ്മുടെ കണ്ണന്റെ അടുത്ത് എത്തിട്ടോ. 5 വർഷം മുമ്പാണ് അവസാനമായിട്ട് നമ്മൾ ഗുരുവായൂർ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ലച്ചുട്ടിയുടെ ചോറൂണിന്. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, മുൻപ് ഈ ഡ്രസ്സ് ഇട്ടപ്പോ ഒരുപാട് പേരിനോട് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് സുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പൊ സുഡിയോയിൽ എല്ലാവരും പോയി നോക്കുക. ഔട്ട് ഓഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷനോ ആയിട്ടില്ലെങ്കിൽ ആ ഡ്രസ്സ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കമന്റ് എനിക്ക് വരുന്നുണ്ട് ഈ ടോ 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 എന്നുള്ളത് പറയുമ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കറിയാം ഞാൻ പറയുമ്പോൾ ഈ ടോ ആയിട്ടോ ഓക്കെ ട്ടോ എന്നൊക്കെ ഉള്ളത് സംഭവം ഒരുപാട് ടോ ടോ വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ മാക്സിമം ശ്രമിക്കാട്ടോ. ഇതൊരു ശൈലിയായി പോയി, എന്താ അറിയില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാട്ടോ. കണ്ടില്ലേ ഇപ്പൊ പോലും ഈ ടോ വരുന്നുണ്ട്, അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ എനിക്ക് ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു കമന്റ് വരുന്നത്, വീഡിയോയിലൊന്ന് പേര് പറയാൻ വേണ്ടിയിട്ട്. ഈ ദീപക് എന്ന അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കീർത്തന എന്ന് പറഞ്ഞ പേരൊന്ന് വീഡിയോയിൽ പറയുമെന്ന്. എന്തുകൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഹായ് കീർത്തന, ഒരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, വരി നിൽക്കുമ്പോഴോ തൊഴുമ്പോഴോ ഒന്നും നമുക്ക് ഫോണോ ബാഗോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് വരി നിൽക്കാൻ തന്നെ. അതുകൊണ്ട് നമുക്ക് ആ സീൻസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ തൊഴുതത് ഏകദേശം 2-3 മണിക്കൂർ വരി നിന്നിട്ടാണ്. കാര്യം പറഞ്ഞാൽ അത്രയും തിരക്കാട്ടോ ഇപ്പൊ ഗുരുവായൂർ. പിന്നെ ഈ ഒരു വലിയ ഫാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, പല പല വലിയ വലിയ അമ്പലത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? 5 മണിക്ക് വരി നിൽക്കാൻ തുടങ്ങിയ ഞങ്ങൾ തൊഴുതിറങ്ങണത് 8 മണിക്കാണ് കേട്ടോ. ഉള്ളിൽ എന്തോ പൂജ നടക്കുന്നത് കാരണം നമുക്ക് ശ്രീകോവിലിന്റെ അടുത്തേക്ക് പോയി കണ്ണിനെ കണ്ടു തൊഴാൻ വേണ്ടി പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് നാളെ രാവിലെ തൊഴാൻ വേണ്ടിട്ട് ഇനിയും സമയം ഉണ്ട്. നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് വരും. അപ്പൊ അതും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങണ വഴിക്ക് അമ്പലത്തിൽ നിന്ന് ഒരു കുട്ടി ഷോപ്പിംഗും നടത്തി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാവേ.